നമുക്കൊരു സഫാരി റൈഡിന് പോവാം. ഇന്ന് നമ്മൾ പോകുന്നത് നൈറോബി നാഷണൽ പാർക്കിലേക്കാണ്. നഗരഹൃദയത്തിലാണ് ഈ ഒരു നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളൊരു പക്ഷി സ്നേഹിയോ മൃഗസ്നേഹിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാർക്ക് സ്വർഗം തന്നെയായിരിക്കും. എപ്പോഴെങ്കിലും നൈറോബിയിൽ വരുവാണെങ്കിൽ മറക്കാതെ ഇവിടെ വന്ന് സന്ദർശിക്കണം. ഇവിടെ അറൗണ്ട് 400 സ്പീഷീസ് ഓഫ് ബേർഡ്സും അതുപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ അനിമൽസും ഈ ഒരു കാടിനുള്ളിലുണ്ട്. ഈ ഒരു കാടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരങ്ങൾക്ക് ഉയരം തീരെ കുറവായിരിക്കും. വൈൽഡ് ലൈഫ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് ബിറ്റ്വീൻ 6 and 9 in the morning അല്ലെങ്കിൽ ലേറ്റ് ആഫ്റ്റർനൂൺ അറൗണ്ട് ഒരു 3 o'clock to 6 o'clock വരെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടുമിക്ക എല്ലാ അനിമലിലും ഇങ്ങനെ ആക്റ്റീവായിട്ട് ഓടി നടക്കുന്നത് കാണാം. നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടും. ബിഗ് 5 അനിമൽസിൽ നമുക്ക് ലയണിനെ കാണാൻ പറ്റിയില്ല, ബാക്കി എല്ലാത്തിനെയും കാണാൻ പറ്റി. അതുപോലെ തന്നെ അല്ലാത്ത മൃഗങ്ങളെയും കാണാൻ പറ്റി. ലയണിനെ കാണാൻ പറ്റാത്തത് നമ്മൾ രാവിലെ വരാത്തതുകൊണ്ടാണ്. നമ്മൾ രാവിലെ ഒരു 6 മണിക്കൊക്കെ ഇവിടെ എത്തുവാണെങ്കിൽ ലയണിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ലയണൊക്കെ അങ്ങ് ഉൾക്കാടിലാണ് ഉണ്ടാവുക. അങ്ങനെ പുറമേ ഇറങ്ങി ഈ വെയിലുള്ള സമയത്തൊന്നും ലയണൊന്നും അങ്ങനെ നടക്കത്തില്ല. പിന്നെ നമ്മൾ ഹിപ്പോ, റൈനോ ഇതിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹിപ്പോ പൂള്, അതുപോലെ തന്നെ അത്തി റിവർ, അങ്ങനെ ഒരുപാട് റിവേഴ്സും ഈ ഒരു ജംഗിളിനുള്ളിലുണ്ട്. പിന്നെ നമ്മൾ കണ്ടത് ഓസ്ട്രിച്ചിനെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടകപ്പക്ഷി ഇങ്ങനെ മന്ദം നടന്നു വരുന്നത് കണ്ടോ. അതിൻ്റെ കാലിൽ ഇങ്ങനെ ഷൂ ഇട്ട പോലെയാണ് ഉണ്ടായിരുന്നത്. ഒരു കാലിലെ താഴത്തെ ആ ഒരു ഭാഗം കാണാനുണ്ടായിരുന്നില്ലേ. ഇനി അങ്ങനെയാണോ, ഇനി അത് മുറിഞ്ഞു പോയതാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.